ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യു മേ ഹാവ് ടു ഡിനൈ ദം സർട്ടൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് കംഫർട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചില സുഖ സൗകര്യങ്ങൾ നിഷേധിച്ചാലും കുഴപ്പമില്ല, ബട്ട് നെവർ ഡിനൈ ദം ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നിഷേധിക്കരുത്. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ ഇൻ ഹ്യൂമാനിറ്റി. അതവരെ മനുഷ്യത്വത്തിൽ വളരാനായിട്ട് സഹായിക്കും. മനുഷ്യജീവന്റെ മനോഹാരിത അതിന്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും മനസ്സിലാക്കാനായിട്ട് അതവരെ സഹായിക്കും. ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ ഇൻ ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു റിയലൈസ് ദ ബ്യൂട്ടി ഓഫ് life in all its ages and in all its variety. എൻ്റെ 6ാമത്തെ മോനുണ്ട്. ഓക്കെ, 5 പേര് സ്കൂളിൽ പോകും. അപ്പോൾ ഈ 6ാമത്തോൻ 2.25 വയസ്സ്, ഇപ്പം 2.5 വയസ്സ് പ്രായമായി. അപ്പോൾ ഈ 2.5 വയസ്സുകാരൻ മൂത്തവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരണ സമയമുണ്ട്. 4:20 4:25 ആകുമ്പോൾ ഇവർ വരും. അപ്പോൾ ഇവൻ ആ സമയമാകുമ്പോഴേക്കും ചെറുപ്പൊക്കെ റെഡി ആയിട്ട് നിൽക്കണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിയുടെ കൂടെ ഇവൻ അവരെ ബസ്സിൽ നിന്ന് ഇറങ്ങണോടത്തേക്ക് കൂട്ടാനായിട്ട് പോകും. ചില ദിവസങ്ങളിൽ ഇവൻ വീടിൻ്റെ വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ടാവുള്ളൂ. ചേച്ചി ചിലപ്പോൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ വാതിൽക്ക് നിൽക്കണ്ടാവും. അപ്പം എൻ്റെ മൂത്തത് മോളാണ്. 2ാമത്തെ മോനും ഇവനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പം ഇവൻ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവനിങ്ങനെ കയ്യും പൊക്കി നിൽക്കണ്ടാവും. അവനാണെങ്കിൽ ഓടി വന്നിട്ട് ഇവനെടുത്തിട്ട് തോളത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവർ 2 പേരും കൂടി മേളക്കടിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ഇവൻ്റെ ചേട്ടനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ചേട്ടൻ ഇവന് കൊടുക്കുന്ന സ്നേഹം, പരസ്പരമുള്ള ആ സ്നേഹബന്ധത്തിലും സന്തോഷത്തിലും ഇവർ വളരുകയാണ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നൽകുക. യു മേ ഹാവ് ടു ഡിനൈ ദം സർട്ടൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് കംഫർട്ട്സ്. ചില സുഖ സൗകര്യങ്ങൾ നിങ്ങൾ അവർക്ക് നിഷേധിച്ചാലും കുഴപ്പമില്ല, ബട്ട് നെവർ ഡിനൈ ദം ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് എന്ത് നിഷേധിക്കരുത്? സഹോദരങ്ങളുടെ സാന്നിധ്യം. ദാറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. അപ്പോൾ മറ്റ് മനുഷ്യര് നമ്മളെ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. ചിലർ ഇന്നലെ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, MBBS ബാച്ച്മേറ്റിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഞാൻ ഒറ്റയ്ക്കേ പോയുള്ളൂ, കാരണം വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആയുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ 7ാമത്തെ കുഞ്ഞുവാവി ഉണ്ടായ വിശേഷം ഞാൻ അവരുടെ അടുത്ത് പങ്കുവെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഫിൻഡോ ഇവിടെ 2 എണ്ണത്തിനെ തന്നെ നോക്കാൻ പറ്റണല്ലോ ഒരാൾ. മറ്റേ ആൾ പറഞ്ഞു 3 എണ്ണത്തിനെ തന്നെ നോക്കാനുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു 2 പേരെ നോക്കണേക്കാൾ എളുപ്പമാണ് 3 പേരെ നോക്കാൻ, 3 പേരെ നോക്കണേക്കാൾ എളുപ്പമാണ് 4 പേരെ നോക്കാൻ, അല്ലേ? കഷ്ടപ്പാടുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഓരോ കുഞ്ഞുങ്ങളും കൂടുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സന്തോഷവും അനുഗ്രഹവും നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിക്കുന്നു. ഉള്ള പിള്ളേരെ തന്നെ നന്നായിട്ട് നോക്കാൻ പറ്റണില്ല എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങൾ, ജീവൻ അനുഗ്രഹമാണെന്ന് പ്രഘോഷിക്കുന്ന കുടുംബങ്ങൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. നമ്മളൊരു പക്ഷേ മദർ തെരേസ ചെയ്തതുപോലെ തെരുവിൽ അലയുന്ന മനുഷ്യരെ എടുത്ത് നോക്കണമെന്നും ഉണ്ടാവില്ല. പക്ഷെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തുകയും അവരെ ദൈവവിശ്വാസത്തിൽ വളർത്തുകയും നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നൽകാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ വിറ്റ്നസിങ്, സാക്ഷ്യമാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലൂടെ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. ചിൽഡ്രൻ ആർ എ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് ആ മക്കളെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ വൈകിപ്പോയി കേൾക്കാനായിട്ട്. ഒരു അമ്മ ഒരിക്കലും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പിള്ളേർ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആകെ 2 പിള്ളേരുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണെങ്കിൽ ഈ അടുത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. എൻ്റെ മോൾക്ക് ഇപ്പോൾ അവൾക്ക് 4 പിള്ളേരുണ്ട്, ഇത് 5ാമത് പ്രഗ്നൻ്റ് ആണ്. എൻ്റെ മരുമോനാണെങ്കിൽ അവളുടെ കാര്യത്തിലൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അവളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ ഒരു കാര്യം ചെയ്യുമോ, എൻ്റെ മരുമോൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമോ? എന്ത് സംസാരിക്കണം? ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് സംസാരിക്കണം അത്രേ. അപ്പം ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മരിച്ചുപോയ മകന് പകരമായിട്ടാണ് നിങ്ങളുടെ മകൾക്ക് ദൈവം 5ാമത്തെ കുഞ്ഞുവാവനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്ത് പോയിട്ട് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇനി പ്രസവിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാൻ വരില്ല, എന്നെ പ്രതീക്ഷിച്ച് നീ പ്രസവിക്കണ്ട എന്നല്ല നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മകളുടെ അടുത്ത് പറയേണ്ടത്. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മകളുടെ അടുത്ത് പറയുക, മോളെ
നിന്റെ സഹോദരൻ മരിച്ചുപോയല്ലോ, അവന് പകരം ദൈവം തന്നിട്ടുള്ള കുഞ്ഞാണിത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നെ സഹായിക്കാം, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അമ്മയ്ക്ക് അടുത്ത കുഞ്ഞാവനെ കൊടുക്കണം എന്നായിരുന്നുണ്ടാവും ചിലപ്പോൾ ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അമ്മയുടെ വയസ്സ് 60 വയസ്സായില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ആയിരിക്കാം അല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടെ? അപ്പൊ എൻ്റെ ക്ലാസ് കേൾക്കുന്ന അമ്മമാരോട് ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് പോയിട്ട് പറയേണ്ടത് ഇതാണ്: എന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രസവിക്കണ്ട, ഞാൻ നോക്കുന്നു വിചാരിച്ചിട്ട് നീ പ്രസവിക്കണ്ട എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാ, മോളെ ഞങ്ങൾക്ക് ആ കാലത്ത് മണ്ടത്തരം പറ്റിപ്പോയി, 2 എണ്ണം ആയപ്പോൾ പ്രസവം നിർത്തി, അല്ലെങ്കിൽ ഇനി വേണ്ടാന്ന് വിചാരിച്ചു, നീ പ്രസവിച്ചിങ്ങോട്ട് തന്നാ മതി, ഞാൻ നോക്കിയോളാം എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടവും ആ ഒരു ബോധ്യവും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ കാണിക്കുക. ഒരിക്കൽ ഒരു പെൺകുട്ടി ഒരു ടീച്ചർ എന്നെ കാണാനായിട്ട് വന്നു. അവര് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: അവരുടെ ഒരു കസിൻ 4ാമത് പ്രഗ്നന്റ് ആയി. അപ്പോഴാണ് ഈ ടീച്ചർ തിരിച്ചറിയണത് അവള് പ്രസവം നിർത്തിയിട്ടുണ്ടായില്ല എന്ന്. 4ാമത് പ്രഗ്നന്റ് ആയി. അപ്പൊ അവർ വിചാരിച്ചു അവർക്ക് പ്രസവം നിർത്തിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ 4ാമത് പ്രഗ്നന്റ് ആയി കുഞ്ഞുമാവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർക്ക് ഭയങ്കര ആഗ്രഹം, ഒരു കുഞ്ഞു കൂടി വേണം. ഇവരാണെങ്കിൽ 3ാമത് കഴിഞ്ഞപ്പോൾ പോയിട്ട് പ്രസവം നിർത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡോക്ടർ ഈ പ്രസവം നിർത്തിയവർക്ക് ട്യൂബ് തിരിച്ചു തുന്നുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൾക്ക് 4ാമത്തെ ഡെലിവറി ആയപ്പോഴാണ് എൻ്റെ 3 സിസേറിയൻ ആയിരുന്നു, അവളുടെ 3 സിസേറിയൻ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് നിർത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അവള് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവൾക്ക് ഇപ്പൊ 4ാമത്തെ കൊച്ചായി. അപ്പൊ അവള് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ റീകാനലൈസേഷൻ, ട്യൂബ് തിരിച്ചുള്ള ഓപ്പറേഷൻ ചെയ്താലല്ലേ അവൾക്ക് 4ാമത്തെ കൊച്ചിനെ കിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു സഹായം ചെയ്തു തരണം, ഞങ്ങളുടെ ഈ പ്രസവം നിർത്തിയതൊന്ന് തിരിച്ചു തുന്നി ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞുവാവയ്ക്കുള്ള വഴി തുറന്നു തരണം. ഞാൻ അവരുടെ ചാർട്ടൊക്കെ നോക്കി, റിപ്പോർട്ട്സ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ട്യൂബിന്റെ നടുവിൽ മുറിക്കണ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള. ഞാൻ അവരുടെ ട്യൂബ് തിരിച്ചുള്ള ഓപ്പറേഷൻ ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇവരും പ്രഗ്നന്റ് ആയി. മാസം തികഞ്ഞ് ഇവർക്ക് 4ാമത്തെ കൊച്ചിനെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴാൻ സാധ്യതയുള്ള അനേകം കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളുടെ നന്മ പ്രവൃത്തികളിലൂടെ സ്വർഗത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന നിക്ഷേപങ്ങളും ഉണ്ട്. മനസ്സിലാവുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ നന്മ പ്രവൃത്തികൾ, ആ കുഞ്ഞുങ്ങൾ നന്മ ചെയ്യും. നമ്മൾ കാരണം ഈ ഭൂമിയിൽ ജനിച്ചു വീഴാൻ സാധ്യതയുള്ള കുറെ കുഞ്ഞുങ്ങളുണ്ട്. ഈ ഓരോ കുടുംബങ്ങൾ കാരണവും നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴാൻ സാധ്യതയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ നന്മ പ്രവൃത്തികളിലൂടെ ആർക്ക് കൂടി നിക്ഷേപം കിട്ടും? നമുക്ക് കൂടി കിട്ടും, സ്വർഗത്തിലെ നിക്ഷേപം കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ബിൽഡ് അവർ ട്രഷേഴ്സ് ഇൻ ഹെവൻ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തില് നമ്മുടെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്.